ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുബൈക്കാർക്കൊക്കെ ഇന്ന് പെരുന്നാൾ കഴിഞ്ഞു. നമുക്ക് നാളെയാണ് പെരുന്നാൾ. അപ്പം ഇപ്പോഴത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന വീഡിയോ വെച്ചാൽ നാളത്തേക്കുള്ള കസ്റ്റേർഡ് ആക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം കസ്റ്റേർഡിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ തന്നെ ചെയ്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ പെരുന്നാൾ ഡ്രസ്സ് കാണിക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. വെച്ചിട്ട് അതൊന്നും വേണ്ട വെച്ചാൽ നാളെ തന്നെ പെരുന്നാളിൻ്റെ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും കസ്റ്റേർഡ് ആക്കുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. അങ്ങനെ നമ്മളിത് കസ്റ്റർഡ് ആക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പം ശങ്കുക്ക് മൈലാഞ്ചി വെച്ച് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൈലാഞ്ചൊക്കെ വെച്ച് കൊടുത്ത് അപ്പോൾ ഞാൻ തേച്ചിട്ടൊന്നുമില്ല. ഞാൻ വലിയ സമയം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മറ്റും തേക്കും. അപ്പോൾ ഞാൻ കുറേ അങ്ങനെ മൈലാഞ്ചി ഒന്നും വെക്കലേ ഇല്ലാണ്ട്. ഇപ്പം ഭയങ്കര മടിയാണ് മൈലാഞ്ചി വെക്കുന്നത്. പക്ഷേ ഷെൻസുവിൻ്റെ പ്രഗ്നൻസിയിലെല്ലാം ഇഷ്ടംപോലെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഇങ്ങനെ മൈലാഞ്ചി വെക്കാൻ നല്ലൊരു പുതിയില്ല. അപ്പം നമ്മൾ കസ്റ്റർഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്നിട്ട് പാൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ടുണ്ട്, ഒരു മിൽക്ക് മെയ്ഡ് ചെറുത് കേട്ടോ. അപ്പം അതിന് വേണ്ടി പാത്രം. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ എന്താ ചെയ്യുക, പാലും മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമുക്കിത് കുറച്ച് പാൽ നമുക്ക് കസ്റ്റർഡ് പൗഡറും ഒന്ന് ഇളക്കാനും ഉണ്ടല്ലോ. അപ്പം പിന്നെ നാളത്തെ പെരുന്നാളിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അമ്മ ഒന്നിച്ച് ആക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇക്ക ഇല്ല, ഇക്ക ദുബൈയിൽ പോയിട്ടാണ്. അപ്പോൾ ഇക്ക പോയത് കൊണ്ട് തന്നെ അപ്പം ഞാൻ ഷെൻസു ഇല്ലു. അപ്പം എനിക്ക് ഷെൻസുക്ക് വേണ്ടി മാത്രം പെരുന്നാളിന് എത്രത്തോളം ഫുഡ് ആക്കേണ്ടത് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നിച്ചാണ് ആക്കുന്നത്. അപ്പം പിന്നെ ഇക്ക പോകുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അതൊന്നും എനിക്കൊരു വ്ളോഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമില്ലാത്തതുകൊണ്ട് എന്താണ് അതൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലാണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കിൽ നിന്ന് ആപ്പാവും ഇവരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടെന്നുണ്ട് ഐഷുവും സിയും കൂടിയിട്ട് ഒക്കെ പോകുന്ന ആ ഒരു മൊമെൻറ്റിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടായത് കൊണ്ട് ഏതായാലും പിന്നെ എഡിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥ പറഞ്ഞത് മതി. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതിൽ പാലൊക്കെ ഒഴിക്കാം. എന്താണ് കസ്റ്റർഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറുക്കേണ്ട പാൽ ഒഴിക്കാം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഈ പൊടി ഒന്ന് മിക്സ് പാൽ കലക്കാം കേട്ടോ. അയ്യോ, നമ്മളിത് കസ്റ്റർഡ് നല്ല പോലെ പാലിന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി അതിന് പാനിൽ മിൽക്ക് മെയ്ഡും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാല് രണ്ടോട്ടം പാൽ ഒഴിച്ചിട്ടുണ്ട്. രണ്ടോട്ടിൽ നിന്ന് കുറച്ചിട്ട് നമ്മൾ അത് കലക്കിയിട്ടുണ്ട് കേട്ടോ കസ്റ്റർഡ് പൗഡർ. അപ്പോൾ ബാക്കി നമ്മളിത് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഞാൻ ഈ കുഞ്ഞ് ഇതെത്രയാണെന്ന് അറിയില്ല, മിൽക്ക് മെയ്ഡ് ഏറ്റവും ചെറുതുണ്ടല്ലോ ആ ഒരു ടിന്നാണ് കേട്ടോ. അപ്പം തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ അടുപ്പിൽ വെക്കുന്നില്ല കേട്ടോ. എന്നിട്ട് മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കസ്റ്റർഡ് മിക്സ് ചെയ്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കസ്റ്റർഡ് നമുക്ക് പറയുമ്പോൾ മധുരം വേണമല്ലോ. സോ കുറച്ച് മധുരം ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പാല് ഏകദേശം ഇങ്ങനെ തിളക്കാറായിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് ഓവർ കുറുക്കണ്ട, നല്ല കട്ടിയാക്കണ്ട. നമുക്ക് ഇങ്ങനെ ഓവർ കട്ടിയും വേണ്ട, ഓവർ ലൂസും വേണ്ട എന്നുള്ള രീതിയിലാണ് ആക്കാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമായിട്ടൊന്നും ഒറ്റ കസ്റ്റർഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്ന് ഉമ്മാൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കൂടുന്നല്ലാണ്ട് കസ്റ്റർഡ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഇത് ഏകദേശം തിളക്കാനായി. അപ്പോൾ നമുക്ക് നല്ല തിളച്ച് കഴിയുമ്പോൾ ചേർക്കുമ്പോൾ പാലിതവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേഗം ഇളക്കി കുറുക്കിയെടുത്ത് തണിയാൻ വെക്കാം കേട്ടോ ഗൈസ്. ണ്ട്. അപ്പോൾ ഇത് ഒഴിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കാൻ വേണ്ടി തുടങ്ങാം. നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ.
ഞാനില്ലേ കുറച്ചധികം കസ്റ്റർഡ് പൗഡർ ഇട്ടത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഞാൻ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കസ്റ്റർഡ് ഇവിടെ നല്ലവണ്ണം തണുന്ന് വന്നിട്ടുണ്ട്, ചൂടൊക്കെ പോയി. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രൂട്ട്സ് മുറിച്ചിട്ടുണ്ട് കേട്ടോ. കസ്റ്റർഡിൽ ഇടാൻ വേണ്ടിയിട്ട് അനാറ്, ആപ്പിള്, പിന്നെ ചെറിയ പഴം, ഇത് 3 ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കസ്റ്റർഡ് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാലോ കസ്റ്റർഡ് നമ്മൾ തനിயாக വെച്ചാൽ തന്നെ കുറച്ച് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ഒന്ന് സ്മൂത്തും പോലെ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് ഇത് അവിടെ അതിമനോഹരമായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കസ്റ്റർഡ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ കൂടിയിട്ട് ആക്കിയതല്ലാണ്ട് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നത്. കാരണം ഈസി സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ കസ്റ്റർഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാളെ തണുത്തിട്ട് കഴിക്കണം. അപ്പോൾ ഇപ്പോൾ സമയം 1:10. ഇന്ന് മാർച്ച് 31-നാണല്ലോ നമ്മൾ ചെറിയ പെരുന്നാൾ. അപ്പോൾ മാർച്ച് 31-ന് എൻ്റെ ഇക്കാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. 6ാമത്തെ വർഷമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും, തൗഫീഖ് നൽകട്ടെ. പിന്നെന്താണ്, അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ട് അത് സന്തോഷമുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഒരു വിഷമം കൂടി ഉണ്ട്. അപ്പം എന്താണ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ പെരുന്നാളിൽ ആരൊക്കെയാണ് കസ്റ്റർഡ് ആക്കിയതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ടാറ്റാ.